Good morning, all. Ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Labor room എല്ലാവരും എടുക്കുക. നമ്മൾ തുടങ്ങി വെച്ചിരുന്നു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിരുന്നു ലേബർ റൂമിന്റെ സ്റ്റാർട്ടിങ്. നമുക്കതിന്റെ കണ്ടിന്യൂഷൻ തുടങ്ങാം. ജസ്റ്റ് അല്ലെ ഒരു പാരഗ്രാഫ് തുടങ്ങി വെച്ചത് അതുവരേക്കും ക്ലിയർ ആയിരുന്നു? ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിരുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കണ്ടു അല്ലെ, ലേബർ റൂം എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിന് വ്യത്യസ്ത പേരുകളിലൊക്കെയാണ് ആ ഒരു ഇതിനെ തന്നെ ആ ഒരു ഇതല്ലേ ആ സേവനം കാഴ്ചവെക്കുന്നതിന് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടാമെന്നുള്ളത് കണ്ടായിരുന്നു. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, ബർത്തിങ് യൂണിറ്റ്, then okay, obstetrics, then gynecology വിഭാഗം, ഓക്കെ, അത് മെറ്റേണിറ്റി വാർഡ് അല്ലെ. അങ്ങനെ വ്യത്യസ്ത നമ്മള് കേൾക്കുമ്പോ അല്ലെ വ്യത്യസ്ത രീതിയിൽ അത് പറയുമ്പോഴും അത് ആശയം മനസ്സിലാക്കാം. അത് ഡെലിവറിയുമായി ബന്ധപ്പെട്ട അല്ലെ കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണെന്ന് ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നുകൂടെ ഞാനത് നിങ്ങളെ റിക്കവർ ചെയ്തു. ഓക്കെ, എന്താണ് അതിന്റെ ജസ്റ്റ് ഇവിടെയുള്ള ചെറിയ ചെറിയ എന്താണ് അബ്രിവേഷൻസ് ഒക്കെ എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അത് കാണുന്നത് കൊണ്ടാണ്. ഏത് ചെറിയ അബ്രിവേഷൻസ് ഇത് പോരുമ്പോഴേ നമ്മള് കാണുന്നുണ്ട് വ്യത്യസ്ത രീതിയിലൊക്കെ. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് തന്നെ പോണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആ ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം, പിന്നെ അവിടെ ആ ബർത്തിങ് യൂണിറ്റിൽ എന്താണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടു. നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ദ ലേബർ ഡെലിവറി റിക്കവറി റൂം, LDR നോട്ട് ചെയ്യുക. ദ ലേബർ ഡെലിവറി റിക്കവറി റൂം അല്ലെ, നമുക്കറിയാം അവിടെ പ്രസവം അല്ലെ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള ആ ഒരു റൂം. Then are in charge of accommodating all kind of delivery, providing maximum assurance and efficient obstetrical care. എന്താണ് ലേബറി എന്ന് പറയുന്നത്? അതവിടെ ഉപയോഗിക്കേണ്ട സ്പെഷ്യൽ വസ്ത്രങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം ലേബർ റൂമിന് അല്ലേ ആ ലേഡീസ് സാധാരണയായിട്ട് ഡെലിവറി സുഗമമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാക്സിമം അല്ലെ നല്ല സ്മൂത്ത് വലിയ പ്രോബ്ലംസ് ഒന്നും സൃഷ്ടിക്കാത്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതുണ്ട്. അപ്പൊ മാക്സിമം അല്ലെ നല്ല എഫിഷ്യന്റ് ആയിട്ട് അവിടെ പ്രസവ പരിചരണം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. The labor delivery recovery room are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. അപ്പൊ അവിടെ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. എന്താണ് in certain healthcare institutions, LDR also known as LDRB suits. അവിടെ എന്താണ് LDRB suits നോക്കാം. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്പാർട്ടം. It is one of the particular of the obstetrical department that grants all the required clinical facilities with the quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. അതായത് നമുക്കറിയാം ഈ ഒരു LDRന് ഇച്ചിരി കൂടി അല്ലെ നമുക്ക് പ്രസവാനന്തര ചികിത്സയും കൂടി കിട്ടുന്നുണ്ട് അല്ലെ. നമുക്കറിയാം അങ്ങനത്തെ കുറച്ചും കൂടി നമുക്കറിയാം ഇച്ചിരി കൂടി അല്ലെ ഇപ്പൊ ഇതിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അതിനു വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. ഡെലിവറിക്ക് ശേഷം അല്ലെ 1-2 മാസം വരെ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അതിനുള്ള സേവനങ്ങൾ വരെ കാഴ്ചവെക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് അല്ലെ അവരുടെ എല്ലാ പരിചരണം കുട്ടികളുടെ മാത്രമല്ല ആ ഒരു വുമന്റെ നല്ല രീതിയിലുള്ള പ്രസവ പരിചരണങ്ങളെല്ലാം കൊടുത്ത് അവരെ അല്ലെ അവരെ കൃത്യമായിട്ട് അറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം എന്ത് കൂടുതൽ ആവശ്യമായിരിക്കും
പ്രസവാനന്തര ചികിത്സയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അല്ലെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ട് എന്ത് ആവശ്യമായിരിക്കും? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായിരിക്കും അല്ലെ. അവിടെ കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ക്യാഷ് ആവശ്യമാണ്, മണി ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ സ്പെഷ്യൽ വിഭാഗം ഹോസ്പിറ്റലൊക്കെ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അവർക്ക് അതിനുള്ള കെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഡെലിവറി ചെയ്ത വുമൺ ആണോ എന്ന് പോലും അല്ലെ, അങ്ങനെ ഒരു വ്യക്തിയാണോ എന്ന് പോലും ഇതല്ലാത്ത രീതിയിലുള്ള ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കിട്ടി അല്ലെ തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഒക്കെ, പക്ഷെ ആരോഗ്യം കൂടി കെയർ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് ഒക്കെ അവർ ഈടാക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ സർട്ടൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് LDR ഓൾസോ നോൺ ആസ് LDRP സ്യൂട്ട്സ്, അവിടെ പ്രത്യേകം ഡെലിവറി മാത്രം കഴിഞ്ഞല്ല പുറത്ത് വിടുക അല്ലെ. നമുക്കറിയാം, സാധാരണ ഹോസ്പിറ്റലിലൊക്കെ ഡെലിവറി ഒരു 3-4 ദിവസം അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടിക്കും അമ്മയ്ക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടും അല്ലെ. ബാക്കി ശുശ്രൂഷകളൊക്കെ എന്താണ് സ്വന്തം ഭവനത്തിലോ അല്ലെ അവര് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. ഇൻ കേസ് ഇത്തരത്തിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതിനെല്ലാം ശേഷം അല്ലെ കുട്ടിയുടെയും അമ്മയുടെയും ബാക്കി ചികിത്സ കൂടി കൈകാര്യം ചെയ്ത് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രത്യേകം വിഭാഗമായിരിക്കും ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ പ്രസവാനന്തര ചികിത്സകൾ. ഓക്കെ, ക്ലിയർ ആണോ? സെന്റൻസ് ഓക്കെ ആണോ? ഇൻ സർട്ടൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് LDR ഓൾസോ നോൺ ആസ് LDRP suits, labor, delivery, recovery and postpartum. It is one of the particle of the obstetrical department that grants all the required clinical facilities with the quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. അതായത് അവിടുത്തെ നല്ല അല്ലെ വ്യത്യസ്ത, നമുക്കറിയാം കൂടുതൽ ചികിത്സ കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അവിടെ ഹ്യൂമന്റെ അല്ലെ മനുഷ്യന്റെ വിഭവശേഷി കൂടുതലായിട്ട് അവിടെ ഉപയോഗിച്ച് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സുകളും അതല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള അല്ലെ നമുക്കറിയാം സഫീഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ച് ഹ്യൂമന്റെ സപ്പോർട്ടോടുകൂടി അല്ലെ മനുഷ്യ വിഭവങ്ങളുടെ സപ്പോർട്ടോടുകൂടി സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ആ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെന്റ് ഒക്കെ അവര് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രക്ചറുകൾ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ ഫെസിലിറ്റീസ് അല്ലെ അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ പർട്ടിക്കുലർ ഓഫ് ദ ഒബ്സ്റ്റെട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് that grants all the required clinical facilities with the quality infrastructure അല്ലെ നല്ല ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം അവർക്ക് കൊടുക്കും. സഫീഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്, അവരുടെ പ്രസവാനന്തര ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടാവും. കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, കുട്ടിയെ അല്ലെ നമുക്കറിയാം കുട്ടിയെ കുളിപ്പിക്കലും അല്ലെങ്കിൽ അല്ലെ വുമണിനെയൊക്കെ നേരെ വണ്ണം ഫിസിക്കലായിട്ടൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളും അത്തരം ഹോസ്പിറ്റലുകളിൽ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ടാവും, സൗകര്യം ചെയ്തി കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതില് മോസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ മണി അല്ലെ അതിനനുസരിച്ചിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടാണ് ആ ഒരു സർവീസ് ആ ഒരു പേഷ്യന്റ് നേടിയെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് വായിച്ചു നോക്കാം. LDRP ഒക്കെ നിങ്ങൾ എന്തായാലും അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഏത് രീതിയിൽ ചോദിച്ചാലും അതായത് LDR വെച്ച് സ്റ്റാൻസ് ചെയ്താലും LDRP വെച്ച് സ്റ്റാൻസ് ചെയ്താലും നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് അത് അല്ലെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമുക്ക് നോക്കാം ഹോസ്പിറ്റലിലെ ഈ ഒരു അല്ലെ നമ്മുടെ മെറ്റേണിറ്റി വാർഡ് അല്ലെങ്കിൽ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏരിയകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെ ലൊക്കേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കണ്ടിന്യൂ ചെയ്യാലോ? Okay, this section should be located in a convenient but isolated area. Okay, നമുക്കറിയാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ നല്ല സൗകര്യപ്രദമായ ഇടങ്ങളിലാണ് അത് ആ ഏരിയ സ്ഥാപിക്കുക. ഒപ്പം തന്നെ എന്താണ് ആ ഏരിയ മിക്കവാറും ഐസൊലേറ്റഡ് ഏരിയ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകം അല്ലെ ഒരു പ്രത്യേകമായിട്ട് തന്നെ തിരിച്ചിരിക്കും അല്ലെ എല്ലാവർക്കും വന്ന് ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന. നമുക്കറിയാം നവജാത ശിശുക്കളാണ്, അവർക്ക് അല്ലെ പുറത്ത് അന്തരീക്ഷത്തിനോടൊക്കെ എന്താണ് പ്രതികരിക്കുന്ന ശേഷിയോടുകൂടി തന്നെ വളർന്നു വരുത്തേണ്ടത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഏരിയകളിലെല്ലാം ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ഐസൊലേറ്റഡ് ഏരിയ ആയിരിക്കും എന്നുള്ളത്. എന്താ പറയുന്നത്? ലേബർ റൂം, റിമോട്ട് മസ്റ്റ് ബി
reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. എന്താണ് ആവശ്യം അല്ലെ, അനാവശ്യ കാര്യങ്ങൾക്കൊന്നും അതിൽ കൂടെ ആരും പാസ് ചെയ്യാനായിട്ടോ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനായിട്ടോ ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എപ്പോഴും അവിടെ ഒരു പ്രൈവസിക്ക്, ഒരു സ്വകാര്യതയ്ക്ക്, അവിടെയുള്ള പേഷ്യൻസിന് സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതി കൺസിഡർ ചെയ്തിട്ട് തന്നെയായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് മൂവ് ചെയ്യുന്നത്. അവിടേക്ക് നമുക്കറിയാം എല്ലാവർക്കും എന്തെങ്കിലും, ഇപ്പൊ നമുക്കറിയാം എന്ത് കാര്യം പഠിക്കാനോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ ഒരു അവസരങ്ങൾ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു ഏരിയയിലേക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും അല്ലെ പ്രൊവൈഡ് ചെയ്യാറില്ല. എല്ലാവർക്കും പെർമിഷൻ ഇല്ല ആ ഏരിയയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതൊരു പ്രൈവസി ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയ ആയിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ട് ഫാർ ഫ്രം ദ എന്താണ് operation theatre and the surgical unit while facilitating the movement of patients, avoiding cross pollutions. നമുക്കറിയാം അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഇച്ചിരി കൂടി നമുക്ക് ആവശ്യവുമാണ്. ചിലപ്പോഴെങ്കിലും അല്ലെ പേഷ്യൻസിന് ഇതാണ് അല്ലെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അഡ്മിഷൻ ആവശ്യമാണ്. ഇറ്റ് ഷുഡ് ബി നോട്ട് ഫ്രം ദ ഔട്ട് പേഷ്യൻ അല്ലെ ഓപ്പറേഷൻ തിയേറ്റർ. ഒച്ചി എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അപ്പൊ അത് ഒരുപാട് അകലമാവാൻ പാടില്ല. അതായത് നമ്മുടെ പ്രസവ വാർഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ഓപ്പറേഷൻ തിയേറ്റർ ഒരുപാട് അകലെയാവാൻ പാടില്ല. നമുക്കറിയാം സ്പെഷ്യൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അതേസമയം ഒരു വലിയ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടിയ ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ ഇന്ന ഭാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് പ്രസവ വാർഡിനോട് അല്ലെ അതിനുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ അതിനോട് ചേർന്ന് തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് എപ്പോഴാണോ ചിലപ്പോൾ ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അഡ്മിഷൻ വേണ്ടി വരികയാണെങ്കിൽ അതിനോട് അല്ലെ എളുപ്പം തന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. then എന്താണ് അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്രോസ് പൊല്യൂഷൻസ്, അതില് എന്താണ് മലിനമാക്കപ്പെടുന്ന ഒന്നും കവർ ചെയ്തിട്ടായിരിക്കരുത് എവിടേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്താനുള്ളത് അല്ലെ. അപ്പൊ അതും കൂടി ശ്രദ്ധിച്ച് നമ്മൾ ഒരുപാട് വളഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന പല അല്ലെ പ്ലേസുകളൊക്കെ കവർ ചെയ്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനോട് നിയർ ആയിട്ട് തന്നെ ഇതിന്റെ ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവിടെ എന്താണ് മലിനമാകപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും വേണം. ഇനി അതുമായി ബന്ധപ്പെട്ട രൂപകൽപ്പന വീണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. എന്താന്നുള്ളത് എന്താണ് ഡിസൈനിൽ പറയുന്നത്. ലേബർ റൂംസ് മസ്റ്റ് ബി of enough size with a large doors allowing passage of the bed or structure with the attendants. നമുക്കറിയാം ചിലപ്പോഴെങ്കിലും അല്ലെ എല്ലാ പേഷ്യൻസിനും അല്ല, ചിലപ്പോൾ പേഷ്യൻസിന് എന്താണ് ആ സമയം അല്ലെ ആ ഒരു കൃത്യമായിട്ടുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ് ചിലപ്പോൾ സ്ട്രക്ചറിന്റെയോ അല്ലെങ്കിൽ വീൽ ചെയറിന്റെ ഒക്കെ സഹായത്തോടു കൂടി ചിലപ്പോൾ ആ ഒരു റൂമിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ അധികം എന്താണ് സൈസ് ആവശ്യമാണ്. ഒപ്പം തന്നെ അവിടുത്തെ ഡോറുകൾ അല്ലെ ഡോറുകളാണെങ്കിലും ഇച്ചിരി കൂടി വികാസം നിറഞ്ഞതായിരിക്കണം. സ്ട്രക്ചറും അല്ലെങ്കിൽ വീൽ ചെയറോ അത് അറ്റൻഡൻസ് അല്ലെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പേഴ്സണോട് കൂടിയിട്ട് കയറാൻ പറ്റുന്ന സൗകര്യത്തോട് കൂടിയിട്ടുള്ള വികാസത്തോട് കൂടിയിട്ടുള്ള ഡോറൊക്കെ ആയിരിക്കണം രൂപകൽപ്പന ചെയ്യേണ്ടത്. ലേബർ റൂം മസ്റ്റ് ബി ഇനഫ് സൈസ് with large doors allowing passage of the bed or structure with attendants. Then എന്താണ് the labor room complex should have enough light, power backup, ventilation, drainage area, clean utility area, then autoclave supplies and common supplies such as towels, linen, etc. അതായത് നമുക്കറിയാം അല്ലെ അവിടെ ആ ഒരു ലേബർ റൂം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. മതിയായ അല്ലെ നിങ്ങൾക്ക് എല്ലാം അറിയാം എന്തൊക്കെ ആവശ്യമായിട്ട് വരും. ഇതൊക്കെ ആവശ്യമായിട്ട് വരും. നിങ്ങൾ കേട്ടിരിക്കാവുമ്പോ ചിലപ്പോ പോറായിട്ട് പോകും. എന്തെങ്കിലുമൊക്കെ ആവശ്യകത ഉണ്ടാവോ ലേബർ റൂമിന്റെ ഫെസിലിറ്റീസ് അല്ലെ സൗകര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യകത. ഓക്കെ, ലൈറ്റ് ആവശ്യമാണ്, നല്ല വെളിച്ചം ആവശ്യമാണ്, വെന്റിലേഷൻ അല്ലെ നമ്മുടെ ഇത് നോക്കി അറ്റ്മോസ്ഫിയർ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വെന്റിലേഷനും നല്ല ലൈറ്റും അല്ലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയയൊക്കെ ആയിരിക്കണം. മറ്റെന്തെങ്കിലും കാര്യങ്ങളും അവിടെ എക്യുപ്മെന്റ്സിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മളെ കണ്ടായിരുന്നു ചെറിയ ചെറിയ മുറിവുകളും ഇതുകളൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതൊക്കെ അവിടെ ആ ഒരു സർജിക്കൽ ഇപ്പൊ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ പോവാതെയായിട്ട്
ചെറിയ ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ. മതിയായ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കണം. ആ എക്യുപ്മെന്റ്സുകളെല്ലാം എങ്ങനെയുള്ളതായിരിക്കണം? മെഷീൻസ് എങ്ങനെയുള്ളത്? ഓട്ടോക്ലേവ്. ഓക്കെ, ഗുഡ്. അതായത് ആ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം അല്ലെ, അണുവിമുക്തമാക്കിയിരിക്കണം. അത്തരത്തിലുള്ള ആ എക്യുപ്മെന്റ്സുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. സ്റ്റെറിലൈസ് എന്ന് പറയുന്നത് സ്റ്റെറിലൈസ് എന്ന് പറയുമ്പോൾ അണുവിമുക്തമാക്കിയ എക്യുപ്മെന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് ആയിരിക്കണം അവിടെ സപ്ലൈ ചെയ്യേണ്ടത്. ദെൻ വീണ്ടും എന്താണ് കോമൺ സപ്ലൈസ് സജസ്. പിന്നെ അവിടെ എന്തൊക്കെ ആവശ്യമായിട്ട് വരും? കുട്ടിയൊക്കെ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമോ? എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമായിരിക്കും. പിന്നെ അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിൽ ഓക്കെ തുണികൾ ആവശ്യമാണ് അല്ലെ. നമ്മൾ നേരത്തെ കുട്ടിയൊക്കെ തന്നെ നഴ്സുമാരൊക്കെ കൃത്യമായിട്ട് പറയും ഇന്ന തുണികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അല്ലെ. അതൊക്കെ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കുട്ടിയെ ജനിച്ച ഉടനെ തന്നെ അല്ലെ അത് കൈകാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തുണികൾ ആവശ്യമാണ്. ഒപ്പം തന്നെ ടവലുകൾ അല്ലെ, ടവലുകളൊക്കെ ആവശ്യമാണ്. അപ്പൊ അത്തരം സാധനങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ സെന്റൻസ്? സാധാരണയായിട്ട് നമുക്കറിയാം സാധാരണ രീതിയിലുള്ള വെന്റിലേഷനും ലൈറ്റും അതോടൊപ്പം തന്നെ പവർ ബാക്കപ്പ് നമുക്കറിയാം അല്ലെ. ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ അതിനനുസരിച്ചിട്ടുള്ള പവർ ബാക്കപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം. ട്രയേജ് ഏരിയ എന്ന് പറയുമ്പോൾ വിചാരണ ഏരിയ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കാല്ലേ ഡോക്ടേഴ്സ് നഴ്സുമാർക്കൊക്കെ എന്താണ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായ സ്ഥലങ്ങൾ ആവശ്യമാണ് അല്ലെ. കുട്ടിയെ തന്നെ എടുത്താൽ തന്നെ കുട്ടി ഫസ്റ്റ്ലി നമുക്കറിയാം കരയല് അല്ലെ, അത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കരഞ്ഞാണ് കുട്ടി ശ്വാസം നേടിയെടുക്കുന്നത് അല്ലെ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു എന്താണ് അതിനനുസൃതമായിട്ടുള്ള സ്പേസുകൾ ആവശ്യമാണ് അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് ട്രയേജ് ഏരിയ. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, അതായത് നല്ല അണുക്കളൊന്നും പറ്റിപ്പിടിക്കാത്ത തരത്തിലുള്ള നല്ല യൂട്ടിലിറ്റി നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏരിയകൾ അവിടെ ഉണ്ടായിരിക്കണം. എന്താണ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. എക്യുപ്മെന്റ്സുകളെല്ലാം അത് സ്റ്റെറിലൈസ് ചെയ്ത രീതിയിൽ തന്നെ അത് വിതരണം ചെയ്യാൻ പാകത്തിന് അവിടെ ഉണ്ടായിരിക്കണം. ഇതിനെന്താണ് കോമൺ സപ്ലൈസ് സജസ് ടവൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂ ബേബിക്ക് അല്ലെ അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. എന്താണ് കോമൺ സപ്ലൈസ് സജസ് ടവൽസ്, ലിനൻസ് എക്സെട്ര. അപ്പൊ നമുക്ക് ആവശ്യമായ കുട്ടിക്ക് അല്ലെ ജസ്റ്റ് തുറക്കാനും ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ കുട്ടിയെ ആദ്യം തന്നെ കൊണ്ടുപോകാനൊക്കെ ടവലും കാര്യങ്ങളൊക്കെ അതൊക്കെ കീപ്പ് ചെയ്ത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് this area should be designed to block out the sound, ensuring that the patients can experience optimal comfort and relaxation. നമുക്കറിയാം പെയിൻ അല്ലെ, ആ ഒരു നോർമൽ ഡെലിവറി ഒക്കെ ആകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ രോഗിക്ക് അതിനൊക്കെ അതിജീവിക്കാനായിട്ട് അവർ റിലാക്സ് ചെയ്ത് അല്ലെ ഭയങ്കര അതിന്റെ പെയിന്റെ ഉള്ളിൽ കൂടെ വേറൊരു സൗണ്ട് ഇറിറ്റേഷൻ ഒക്കെ വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ രോഗിയെ സംബന്ധിച്ച് പേഷ്യന്റിനെ സംബന്ധിച്ച് അത് അക്സെപ്റ്റബിൾ അല്ല അല്ലെ, സ്വീകാര്യമല്ല. അപ്പൊ അതിനനുസൃതമായ രീതിയിൽ നല്ല റിലാക്സേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായത് അല്ലെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അല്ലെ എന്താ പറയണ അവർക്ക് നല്ല അല്ല പേഷ്യൻസിന് ആ ഏരിയയെ കൊണ്ട് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാൻ തക്ക വിധത്തിലാവാത്ത രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. നമുക്കറിയാം അല്ലെ എന്തെങ്കിലും സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടെന്ന് സ്ഥാപിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്താണ് ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആർ ഓൾസോ അവൈലബിൾ. നമുക്കറിയാം ഇവിടെ അല്ലെ ആ ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഓരോ ആ സമയങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് അല്ലെ. ആ കുട്ടിയുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു സമയങ്ങളാണ്. ബ്ലീഡിങ് അധികം ആവാൻ പാടില്ല, കുട്ടിയൊക്കെ നേരാവണ്ണം ശ്വാസമൊക്കെ എടുക്കേണ്ടതുണ്ട്. എല്ലാം കൊണ്ടും അല്ലെ ആ ഒരു സമയമൊക്കെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടി അല്ലെ എല്ലാ സൗകര്യങ്ങളും എന്താണ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. എന്താണ് എന്തെങ്കിലും നിരീക്ഷണങ്ങൾക്ക് ഈ രോഗിയെ സംബന്ധിച്ചും നിരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യകതയുണ്ടെങ്കിൽ അതിനും നേരത്തെ കൂട്ടി തയ്യാറെടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ആ ഒരു റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, രൂപകൽപ്പന ചെയ്തിട്ടുണ്ടാകണം അല്ലെ. അതിനാവശ്യമായിട്ടുള്ള ഓരോ സെക്ഷൻ ആയിട്ടുള്ള പ്ലേസുകളെല്ലാം അവിടെ ക്രിയേറ്റ് അല്ലെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? പാരഗ്രാഫ് കൂടി വായിക്കാനുണ്ട്. ലൊക്കേഷൻ ഡിസൈൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെറിയ 2 പാരഗ്രാഫുകളാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് എന്താണ് ഇതിന്റെ അല്ലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇതുകളാണ്. എന്താണ് LDR പേപ്പർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. 3 മേഖലയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഡിസൈനിലെ തന്നെ നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അതായത് അതിന്റെ പ്രാധാന്യം അല്ലെ വ്യക്തമാക്കിക്കൊണ്ടാണ് 3 മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് അൺസ്റ്റെറൈൽ സോണ്, സെക്കൻഡ് വൺ പ്രൊട്ടക്റ്റീവ് സോണ്, തേർഡ് വൺ ഡെലിവറി സോൺ. ഇതെല്ലാം നോട്ട് ചെയ്ത് തന്നെ പോകാം. കാരണം പ്രധാനമായിട്ടും ഇടയ്ക്ക് കാണാറുള്ളതാണ്. എന്താണ് ഡിവൈഡഡ് ഇൻറ്റു എത്ര സോണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 സോണായിട്ടാണ് ലേബർ ഡെലിവറി റൂം അല്ലെ ഡെലിവറി റിക്കവറി റൂമിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ അൺസ്റ്റെറൈൽ സോണും പ്രൊട്ടക്റ്റീവ് സോണും ഡെലിവറി സോണാണ്. ഈ അൺസ്റ്റെറൈൽ സോണിൽ അല്ലെ ഉൾക്കൊള്ളുന്ന ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും ഈ ഒരു ഇത് നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് തന്നെ പഠിക്കാം. എന്താണ് അൺസ്റ്റെറൈൽ സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാം എന്നുവെച്ചാൽ ചെറിയെന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ടും ഭയങ്കര ശ്രദ്ധ. ആദ്യം തന്നെ ഫസ്റ്റ്ലി നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള അണുവിമുക്തമാക്കുന്ന രീതികളൊന്നും കാര്യമായിട്ട് നമ്മൾ ഇത് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ എൻട്രി സമയങ്ങളൊക്കെയാണ് അല്ലെ. അത് കൺസിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലാത്തത്. ഓക്കെ. അപ്പൊ എന്താണ് കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. അതായത് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം തന്നെ ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഏരിയ. ആ ഏരിയ ഏത് സോണിലാണ്, ഏത് മേഖലകളിലാണ്? അൺസ്റ്റെറൈൽ സോണിലാണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് സോണാണ്. അപ്പൊ ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏരിയ അല്ലെ. അവിടെ എന്താണ് ചേഞ്ചിങ് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. അതായത് നമുക്കിപ്പോ ഡെലിവറിക്ക് മുമ്പായിട്ട് നമ്മൾ ക്ലോത്ത്സ് ഒക്കെ വെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ചിട്ടുള്ള അല്ലെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ലേബർ റൂമിന് മുമ്പുള്ള റൂം അല്ലെ, അതുമായി ബന്ധപ്പെട്ട വെയിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ഒക്കെയാണ്. ദെൻ മെഡിസിൻ സ്റ്റോർ അല്ലെ, അവിടെയൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഡ്യൂട്ടിക്ക് ആവശ്യമായ നഴ്സും അല്ലെ, അവരെ എല്ലാം കാര്യങ്ങളെല്ലാം അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഏരിയ ആണ് എന്താണ് നെക്സ്റ്റ് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സോണിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഡെലിവറി സോൺ അല്ലെ. ഡെലിവറി സോൺ. അപ്പൊ 3 ഏരിയകൾ മാറി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോസ്റ്റഡ് അല്ല ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ. അപ്പൊ അൺസ്റ്റെറൈൽ സോണ്, പ്രൊട്ടക്റ്റീവ് സോണ്, ഡെലിവറി സോണ്. പ്രൊട്ടക്റ്റീവ് സോണിൽ നമ്മൾ പറഞ്ഞു ഡെലിവറിക്ക് മുമ്പുള്ള കാര്യങ്ങൾ അല്ലെ. മറ്റേതെന്ന് പറയുമ്പോൾ ജസ്റ്റ് അല്ലെ അഡ്മിഷനും കാര്യങ്ങളൊക്കെയാണ്. പബ്ലിക് യൂട്ടിലിറ്റിന് ഉപയോഗപ്രദമാകുന്ന സോണാണ്. പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. എന്താണ് ഡെലിവറി സോൺ കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം അല്ലെ. ഡെലിവറി സോണിൽ എന്താണ് പ്രധാനമായിട്ടും നല്ല അല്ലെ വൃത്തിയായിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അവിടെ എന്താണ് സ്ക്രബ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം, ഡെലിവറി റൂം എക്സെട്ര. അതായത് ആ ഒരു ഏരിയയിലാണ് ഡെലിവറി റൂം ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വ്യക്തി അല്ലെ, ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഡ്രസ്സൊക്കെ ധരിച്ച് അവരുടെ കൈയും ഇതൊക്കെ അല്ലെ സ്ക്രബ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകി അല്ലെ. സ്ക്രബ് ചെയ്ത് കഴുകുക എന്ന് പറഞ്ഞാൽ തേച്ചുരച്ച് കഴുകാനൊക്കെ ആയിട്ടുള്ള പ്ലേസുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷമാണ് അവര് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അല്ലെ ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്തത്. അപ്പൊ ഹാൻഡ് വാഷ് ഓക്കെ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലീൻ സപ്ലൈ റൂം അതായത് ക്ലീൻ ആക്കാനായിട്ട് ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെ അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം.
ദെൻ അവിടെ അതിനോട് ചേർന്ന് തന്നെയാണ് ഡെലിവറി അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കറിയാം സമയാസമയത്ത് തന്നെ ഹാൻഡ് വാഷ് ചിലപ്പോ വീണ്ടും അല്ലെ അവർക്ക് ഇതുകളെല്ലാം ഗ്ലൗസും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടാണെങ്കിലും വാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യും അല്ലെ. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു സ്പേസ് അതിനോട് ചേർന്ന് തന്നെ അവര് സജ്ജീകൃതമാക്കേണ്ടത്. അപ്പൊ അൺസ്റ്റെറൈൽ സോണില് നമ്മൾ ജസ്റ്റ് കണ്ടു ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് സോണ് ഡെലിവറിക്ക് മുമ്പുള്ള ഏരിയ. ഡെലിവറി സോൺ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഡെലിവറി റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് സ്ക്രബ് അല്ലെങ്കിൽ ക്ലീനിങ് സപ്ലൈ റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ചെറുതാണെങ്കിലും നിങ്ങൾ പഠിച്ചു തന്നെ ഇരിക്കുക, കാരണം ചിലപ്പോഴെങ്കിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അൺസ്റ്റെറൈൽ സോണും പ്രൊട്ടക്റ്റീവ് സോണും ഡെലിവറി സോണും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ തന്നെ ക്യാച്ച് ചെയ്തില്ലേ? ആ പേരുകൾ ഓർക്കാം. അൺസ്റ്റെറൈൽ സോണ്, പ്രൊട്ടക്റ്റീവ് സോണ്, ഡെലിവറി സോണ്. എവിടെയാണ് ലേബർ റൂം ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഡെലിവറി റൂം എവിടെയാണ്? ഏത് സോണിലാണ്? എൻട്രൻസ് അല്ല. ഡെലിവറി റൂം എവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഡെലിവറി സോണിൽ. ഡെലിവറി സോണിലാണ് അല്ലെ. സ്ക്രബ് റൂം എവിടെയാണ്? അതും ഡെലിവറി സോണിലാണ്. ഓക്കെ, അപ്പൊ നമ്മളത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, അതായത് നമുക്കറിയാം അവിടെ അതുമായി ബന്ധപ്പെട്ട് കുറെ അല്ലെ, ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കുറെ ആവശ്യകതകളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള റിക്വയർമെന്റ്സ് എന്താന്ന് നോക്കാം. നഴ്സിംഗ് സ്റ്റേഷൻ അല്ലെ, അവിടെ നമുക്കറിയാം എല്ലാ കാര്യത്തിലും സംശയങ്ങളും കാര്യങ്ങളും ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നഴ്സുമാർ വേണം. അവിടെ നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. സൂപ്പർവൈസേഴ്സ് ഓഫീസ്, അതുമായി ബന്ധപ്പെട്ട് അവരെ മേൽനോട്ടം വഹിക്കാനുള്ള സൂപ്പർവൈസറിന്റെ ആ ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് റൂം, നമുക്കറിയാം വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലെ, എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമുക്കിപ്പോ നഴ്സിനെ കാണാനാണെങ്കിലും അല്ലെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റിംഗ് റൂം വേണം. സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയാസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, ആ ഒരു ഏരിയകളൊക്കെ ഫസ്റ്റ് ആയിട്ടും അവിടെ ഫെസിലിറ്റി അനുവദിച്ചിട്ടുണ്ടായിരിക്കണം. ഡ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, അതായത് ഡ്യൂട്ടി അല്ലെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും, അതായത് ഹോസ്പിറ്റലിന്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം അല്ലെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഏരിയകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്, അതായത് ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ മെഡിസിൻസ് സ്റ്റോർ വെക്കാനും എല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റൂമുകൾ അവിടെ ഉണ്ടായിരിക്കണം. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓട്ടോക്ലേവ് ഫെസിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ അതായത് എക്യുപ്മെന്റ്സ് ഒക്കെ അണുവിമുക്തമാക്കുന്ന ഫെസിലിറ്റീസ്, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അറിയാത്തവര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് എക്യുപ്മെന്റ്സ്, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെ, അത് പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് എക്യുപ്മെന്റ്സ് അണുവിമുക്തമാക്കാനുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ക്ലിനിക്കൽ ഏരിയ അല്ലെ, നമുക്കറിയാം ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. പിന്നെ എന്താണ് ടൈൽഡ് ആൻഡ് ആന്റി സ്കിപ്ഡ് ഫ്ലോറിംഗ്, അവിടെയുള്ള ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാം പെടും അല്ലെ. അവിടെയുള്ള ഫ്ലോറും നമുക്കറിയാം പേഷ്യൻസ് ഒക്കെ പെയിനോട് കൂടിയിട്ട് അല്ലെ പാരക ഹിച്ച്മണ്ടൊക്കെയാണ് അവര് ഓരോ റൂമിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ എന്താണ് അവിടെയൊക്കെ ക്ലീൻ ആയിരിക്കണം അല്ലെ, അവിടെ തിന്നി പോകാവുന്ന തരത്തിലുള്ള ടൈലുകളൊന്നും ആയിരിക്കരുത് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ടൈൽഡ്. ഓക്കെ, തിന്നി പോകാത്ത ആന്റി സ്കിപ്ഡ് ഫ്ലോറിംഗ്, ആന്റി സ്കിപ്ഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ തിന്നി പോകാത്ത ടൈലുകളൊക്കെ ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. എന്താണ് സെൻട്രലി എയർ കണ്ടീഷൻഡ്, അതായത് നമുക്കറിയാം അല്ലെ കേന്ദ്രീകൃതമായ രീതിയിൽ തന്നെ എയർ കണ്ടീഷനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ആയിരിക്കണം ആ റൂം അല്ലെ അത് ഡിസൈൻ ചെയ്യാനായിട്ട്. എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഒരു ഡെലിവറിക്ക് വേണ്ടി വരുന്ന പേഷ്യൻസിന് എന്താണ് നല്ല സേവനങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം അവിടെ അല്ലെ അവിടുത്തെ റൂമുകളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട്, രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. then എന്താണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്? നമുക്കറിയാം അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. അത് ഏതൊക്കെ തരത്തിലുള്ള പ്രോട്ടോകോൾസ് ആണെന്ന് നോക്കാം. ദ പ്രോട്ടോകോൾസ് ഫോർ ദ ലേബർ വാർഡ് ഓഫർ explicit instructions for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. അതായത് അവിടെയുള്ള അല്ലെ വന്നിരിക്കുന്ന പേഷ്യന്റ് അല്ലെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിന് നല്ല രീതിയിലുള്ള അല്ലെ എക്സലന്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുക അല്ലെ, നല്ല രീതിയിലുള്ള ഒരു ചികിത്സകൾ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. നല്ല രീതിയിലുള്ള ഓപ്പറേറ്റ് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് നല്ല കാര്യക്ഷമമായിട്ട് തന്നെ അവരെ അല്ലെ സെർവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് എല്ലാ രീതിയിൽ അല്ലെ എല്ലാ ആക്ടിവിറ്റീസ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് എക്സലന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകത്തക്ക വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായിരിക്കും പ്രധാനമായിട്ടും അല്ലെ. വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വ്യക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം അവർക്ക് കൊടുത്തിരിക്കണം അല്ലെ. അവരുടെ പ്രോട്ടോകോൾസുകൾ ഉണ്ട്. നമ്മളിപ്പോ ഇന്ന സമയത്തൊക്കെ നമുക്കറിയാം അല്ലെ ഓരോ പ്രഗ്നൻസി ടൈമിലൊക്കെ അവര് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് നിർദ്ദേശിക്കും ഇന്ന ടൈമിൽ വരണം, ഇന്ന മെഡിസിൻസ് കഴിക്കണം, റീ ചെക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതിക്ക് മുമ്പ് എന്തെങ്കിലും ബ്ലഡും കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാച്ച് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പേഷ്യൻസിന് കൊടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ട് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? നല്ല ഒരു മെഡിക്കൽ സേവനം അവർക്ക് കൊടുക്കാൻ വേണ്ടി അല്ലെ. ആ പേഷ്യൻസിന് നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഹോസ്പിറ്റലുകാരെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്നത് അല്ലെ. ആ പ്രോട്ടോകോള് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുന്നത്. ദീസ് പ്രോട്ടോകോൾസ് ആർ ഇൻ റിഗാർഡ് അല്ലെ അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് encompasses the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulation, disaster management, etc. അതായത് നമ്മൾ കണ്ടു അല്ലെ ഇങ്ങനെ പ്രോട്ടോകോൾ കൊടുക്കുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സാ രീതി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എല്ലാ തരത്തിലുള്ള നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നോക്കിയാലും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെ നല്ലൊരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്ന തരത്തിലാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളെല്ലാം കൃത്യമായിട്ട് തന്നെ അവർ നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ പെടാം? നമുക്കറിയാം നല്ല അല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ദുരന്ത നിവാരണങ്ങൾ അല്ലെങ്കിൽ വാർഡ് റെഗുലേഷൻസ് ഭാഗമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ എന്താണ് ട്രാഫിക് കൺട്രോൾ. നമുക്കറിയാം ഡെലിവറിയും കാര്യമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇന്ന പേഷ്യൻസിന് അല്ലെ അവർക്കെല്ലാം മൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഗതാഗത നിയന്ത്രണങ്ങള്, ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ, അവർക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ കൂട്ടി നിർദ്ദേശങ്ങളെല്ലാം ഇവർക്ക് പങ്കുവെക്കാം. അതായത് നല്ല രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിന്ന് ഈ ഒരു ഭരണ നിർവഹണ വകുപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് മുന്നോട്ട് വെക്കുന്നത്. വീണ്ടും എന്താണ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ എക്സെട്ര. മാനേജ്മെന്റ് അല്ലെ ക്ലിനിക്കൽ ആയിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കുറച്ച് നിയന്ത്രണങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെ സേവനങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കാം. അതായത് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ശുപാർശകൾ അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. നമുക്കറിയാം ഇത്ര ദിവസം അഡ്മിഷൻ എടുത്താൽ നമുക്ക് നിർദ്ദേശം കിട്ടും. സാധാരണയായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാം അല്ലെ. ആ ഒരു നിർദ്ദേശം പേഷ്യന്റിന് കൊടുക്കുന്നത് ആ ഒരു സേവനമാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ചില ഹോസ്പിറ്റലിൽ ചില ഫെസിലിറ്റീസും കൂടി അനുവദിക്കുന്നുണ്ടെങ്കിൽ അല്ലെ പോസ്റ്റ്മോർട്ടം എന്ന് വെച്ച് പറയുമ്പോൾ പ്രസവാനന്തര ചികിത്സ കൂടി അവര് കൊടുക്കാൻ സന്നദ്ധരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കും അല്ലെ. ന്യൂ ബോൺ കെയർ എന്ന് പറയുമ്പോൾ പുതിയ അല്ലെ നവജാത ശിശുവിനെ കൊടുക്കുന്ന കെയറുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നോ അതൊക്കെ അവര് കൃത്യമായിട്ട് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഓക്കെ,
അതുവരെയും ജസ്റ്റ് വായിച്ചു നോക്കാം. അതൊരു സെക്ഷൻ ആയിട്ട് തന്നെയാണ് പറയുന്നത് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിനും ചില ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ. സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഓരോ ഹോസ്പിറ്റലാണെങ്കിൽ അവര് നേരത്തെ ഇന്ന സമയങ്ങളിൽ വന്ന് ഡോക്ടറൊക്കെ വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയും. അതനുസരിച്ചിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യും. സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കും. ഇതിൽ എന്താണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ നിർദ്ദേശിക്കും. പിന്നെ എന്താണ്, അഡ്മിഷൻ വരുന്നു, അഡ്മിഷന്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ കൂട്ടി അഡ്മിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്തിലൊക്കെയാണ് നിങ്ങൾ പറഞ്ഞതിനൊക്കെ നിർദ്ദേശിച്ചൊക്കെ അവർ പങ്കുവെക്കും. പിന്നെ എന്താണ്, ട്രീറ്റ്മെന്റിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് ജസ്റ്റ് അല്ലെ ഒരു ഡെലിവറി കഴിഞ്ഞ കുട്ടിയുടെ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ചികിത്സാ സമ്പ്രദായം മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് വീട്ടിലേക്ക് പോകാം. അതെല്ലാം പോസ്റ്റ്മോർട്ടം അല്ലെ പ്രസവാനന്തര ചികിത്സ കൂടി കൊടുക്കുന്ന ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി നിർദ്ദേശത്തിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒരു ചെറിയ ഭാഗം കൂടി നോക്കാം. എന്താണ് ഇതിലെ പറയുന്നത്, ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഇതില് പ്രധാനമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾ ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂമില് അല്ലെ പ്രധാനമായിട്ടുള്ള ഒരു ടൂളാണ് എന്താ ലേബർ ടേബിൾ എന്ന്. നമുക്കറിയാം അല്ലെ, വുമൺ ആ ടേബിളില് എല്ലാം അവരുടെ ഡെലിവറി സമയങ്ങളെല്ലാം വിനിയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു അല്ലെ ഉപകരണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ലേബർ ടേബിളിനെ എന്തെന്ന് വിശേഷിപ്പിക്കാം, ഒരു പ്രധാനപ്പെട്ട എക്യുപ്മെന്റ് ആണെന്ന് വിശേഷിപ്പിക്കാം. ലേബർ ടൂൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ചെറിയ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അല്ലെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. എന്താണ് റേഡിയന്റ് വാർമർ? റേഡിയന്റ് വാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേട്ടിട്ടുണ്ടോ? റേഡിയന്റ് വാർമർ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചൂട് അല്ലെ, കുട്ടികൾക്ക് ചൂട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം. കുട്ടികൾക്ക് ചൂട് കൊടുക്കുന്ന അല്ലെ, കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാനല്ലേ നമുക്കറിയാം. ജസ്റ്റ് അല്ലെ അവര് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് അവർക്ക് പൊരുത്തപ്പെടാനായിട്ട് എന്താണ് ചിലപ്പോ കുറച്ച് സമയം ചൂട് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്താണ് ഇൻക്യുബേറ്ററിൽ നമുക്കറിയാം ഇത്ര സമയമൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. അവിടെ കുറച്ച് സമയം ചിലപ്പോ കുറച്ച് ചൂട് കിട്ടേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ റേഡിയന്റ് വാർമർ ആണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇത് എന്താണ് റേഡിയന്റ് വാർമർ എന്നുള്ളത്. പ്രത്യേകം എടുത്ത് ഒരുപാട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനും പഠിക്കാനൊന്നും ഇല്ല. ഒരു ടൂള്, അതൊരു ടൂളാണ് അവിടെ എക്യുപ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള NIC ഓക്കെ, നവജാത ശിശുക്കളുടെ ICUലൊക്കെ അത് ഉപയോഗിക്കും. ഓക്കെ, അതായത് നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ICU ഒക്കെ, അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആ കുട്ടികൾക്ക് ചൂടും കാര്യങ്ങളൊക്കെ അല്ലെ അന്തരീക്ഷത്തിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടേണ്ട സാഹചര്യം ചിലപ്പോ കുട്ടികളൊക്കെയാണ് നമുക്കറിയാം. നോർമലി ഡെലിവറി കഴിഞ്ഞ കുട്ടി കറഞ്ഞ ബ്രീത്ത് ഒക്കെ എടുത്ത് ആ കുട്ടി അന്തരീക്ഷത്തിനോട് പുറത്ത് അല്ലെ പ്രതികരിച്ചു തരാം. നമുക്കറിയാം കുഞ്ഞു കുട്ടിയെ വളരെ ഫ്രീ ആയിട്ടാണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത്. രസമറിയില്ല, അവര് നല്ലപോലെ തന്നെ പൊതിഞ്ഞ് അതിന് ചൂട് കവർ ചെയ്ത് അല്ലെ അവരിന് അതിൻ്റെതായ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് ആ ഒരു പ്രൊട്ടക്ഷനേക്കാൾ അധികം ഇച്ചിരി കൂടി ചൂട് ആവശ്യങ്ങളായിട്ട് വരും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ടൂൾ ഉപയോഗിക്കും റേഡിയന്റ് വാർമർ. അത് അതിന്റെ സാഹചര്യം അനുസരിച്ചിട്ട് സമയം അനുസരിച്ചിട്ട് ഡോക്ടേഴ്സും അല്ലെ അത് മനസ്സിലാക്കി തന്നെയായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. സ്റ്റെറിലൈസേഴ്സ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസേഴ്സ് ഞാൻ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ സ്റ്റെറിലൈസേഴ്സ് അല്ലെ ഇപ്പൊ ഇന്ന് എടുത്തപ്പോ തന്നെ പല പ്രാവശ്യം സ്റ്റെറിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഓട്ടോക്ലേവ്. ഓക്കെ, അതായത് ഓക്കെ അത് നമുക്കറിയാം ഉപകരണങ്ങളൊക്കെ അല്ലെ. ഉപകരണങ്ങളെല്ലാം എന്താണ് നമ്മൾ അണുവിമുക്തമാക്കേണ്ടതുണ്ട്. അതായത് അണുവിമുക്തമാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കളൊക്കെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട് അല്ലെ. ഏത് എക്യുപ്മെന്റ് ആണെങ്കിലും അത് അണുവിമുക്തമാക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഓട്ടോക്ലേവ് എന്നുള്ള മെഷീൻ ഇവിടെ പറഞ്ഞായിരുന്നു, മെസ്സേജിൽ കണ്ടായിരുന്നു ഓട്ടോക്ലേവ് അല്ലെ. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടാണ് അതിലെ എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ എന്താണ്, സ്റ്റെറിലൈസിസിന് വേണ്ടിയിട്ടുള്ള ഓട്ടോക്ലേവ് മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അണുവിമുക്തമാക്കുക മുക്തമാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ദെൻ ഫെറ്റൽ ഡോപ്ലർ. എന്താണ് ഫെറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്? ന്യൂബോണിന്റെ ഹേർട്ട് ബീറ്റ് അറിയുന്നത്. ഓക്കെ, അതിന് സ്പെഷ്യൽ ആയിട്ട് ഫെറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്കെല്ലാം അറിയാവുന്നതാണ്, കുറെ പേർക്ക് അല്ലെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ഫെറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്? ഒരു അൾട്രാസൗണ്ട് ഇമേജിംഗ് ടെസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അതായത് രക്തക്കൊള്ളിലൂടെ എത്ര നന്നായിട്ട് ബ്ലഡ് കാര്യങ്ങളൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മുടെ ഒബ്സ്റ്ററ്റിക് വിഭാഗം അല്ലെ, ഗൈനക്കോളജി വിഭാഗത്തിലാവുമ്പോഴെന്താണ് ഗർഭപാത്രത്തിന്റെ വികസനം അല്ലെ, അത് ഗർഭാവസ്ഥ ശിശുവിന്റെ തത്സമയ ദൃശ്യ ചിത്രീകരണം നമുക്കറിയാം എത്രത്തോളം ആയി അല്ലെ. അത് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അമ്മയുടെ അതേമാതിരി തന്നെ കുട്ടിയുടെ ഒക്കെ വളർച്ച ആരോഗ്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളർച്ച എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഈ ഒരു ഫെറ്റൽ ഡോപ്ലർ ഉപയോഗിച്ചിട്ട് തന്നെ അത് ഗ്രഹിച്ചറിയാനായിട്ട് ഡോക്ടേഴ്സിന് സാധിക്കും അല്ലെ. പിക്ചറൈസ് ചെയ്ത് ഉള്ള ഇമേജ് സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം വളർച്ചയുണ്ടെന്നെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ആരോഗ്യം അല്ലെ, അതനുസരിച്ചിട്ട് തന്നെ വികാസമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള വിവരങ്ങള് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സിന് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഫെറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലുള്ള കുട്ടിയുടെ അല്ലെ ആ ഒരു വളർച്ചാ നിരക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നിങ്ങള് എക്യുപ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് എങ്ങനെ എന്തിനാണ് ഉപയോഗിക്കണേന്നൊന്നും ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റെറിലൈസിസ് എന്ന് പറയുന്നത് അണുവിമുക്തമാക്കാനുള്ള ഓട്ടോക്ലേവ് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫെറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത് കുട്ടിയുടെ അല്ലെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി തന്നെയാണ് ഫെറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ്. അവിടെ എന്താണ് കാർഡിയോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ് ഒരു സ്പെഷ്യൽ ഉണ്ട്, അതായത് ഹൃദയമിടിപ്പ് കാര്യങ്ങൾ അല്ലെ. അവിടെയും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗർഭകാലത്തും അല്ലെങ്കിൽ പ്രസവ സമയത്തും ഒക്കെ ആയിട്ട് കുട്ടിയുടെ ഹൃദയമിടിപ്പും അല്ലെ അതിന്റെ കുട്ടിയുടെ സങ്കോചങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഗർഭാവസ്ഥയുടെ സങ്കോച വികാസങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അത് കാർഡിയോ ടോക്കോഗ്രാഫ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആ ഒരു ഇതില് അല്ലെ, ആ ഒരു ഉപയോഗിക്കുന്ന യന്ത്രത്തെ വിളിക്കുന്ന ഒരു പേരാണ് കാർഡിയോ ടോക്കോഗ്രാഫ് എന്നത്. കാർഡിയോ ടോക്കോഗ്രാഫ്. അപ്പൊ ഫെറ്റൽ ടോക്കോഗ്രാഫ് കാർഡിയോഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു ഉപകരണം എന്ന് പറയുന്നത് കുട്ടിയുടെ ഹൃദയാവസ്ഥ, അത് ഹൃദയത്തിന്റെ ഇടിപ്പ് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നേരത്തെ ജസ്റ്റ് നമ്മൾ കണ്ടു കുട്ടിയുടെ വളർച്ച അറിയാൻ വേണ്ടിയിട്ട്, അതേമാതിരി തന്നെ ഹൃദയം ഇടിപ്പ് അറിയാൻ വേണ്ടിയിട്ടുള്ള വിവിധ ഉപകരണങ്ങളൊക്കെയാണ്. എന്താണ് ദീസ് ടൂൾസ് ആൻഡ് അക്സസറീസ് നീഡ് ടു ബി ക്ലീൻഡ്, സെറ്റ് aside ആൻഡ് ഡ്രൈഡ് ആഫ്റ്റർ ഈച്ച് യൂസ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഫസ്റ്റ് ആയിട്ടും ആവശ്യമാണ്. നമുക്കറിയാം അല്ലെ, ഇടയ്ക്കിടയ്ക്ക് പരിശോധനകൾക്ക് വിധേയമാവുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് ജസ്റ്റ് നോക്കാറുണ്ട് കുട്ടിയുടെ സങ്കോച വികാസങ്ങൾ അല്ലെ, ഹൃദയം ചലിക്കുന്നത് എത്രത്തോളമാണ്, ഇത്ര സമയത്തിനുള്ളിൽ ഓക്കെ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ, സോറി അവരുടെ ഹൃദയമെടുപ്പൊക്കെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്നൊക്കെ അവര് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. അതിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം, ഓരോ പേഷ്യന്റ് വരുമ്പോഴും അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യും, അടുത്ത പേഷ്യൻസ് വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് അത് തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്ത് അല്ലെ കീപ്പ് ചെയ്ത് വെക്കണം. അത് തന്നെ അവിടെ പറയുന്നത് these tools and accessories need to be cleaned, set aside and dried after each use. ഓരോ യൂസ് കഴിയുമ്പോഴും അത് ക്ലീൻ ആക്കി ഒരു സൈഡില് നല്ല ഉണക്കി തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then all labor room equipment must be in good functioning order and be prepared for usage according to staff. അതായത് ഈ മെഷീൻസ് ഒക്കെ അല്ലെ അത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന അതാണ് ഗുഡ് ഫങ്ഷനിങ് അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തി തന്നെയായിരിക്കണം അവിടെ അല്ലെ. അത് സ്റ്റാഫുകൾ അത് ഉറപ്പുവരുത്തി തന്നെയായിരിക്കണം ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അല്ലെ, സൂക്ഷിച്ച് വെക്കാനായിട്ട്. All labor room equipments must be in good functioning order and can be prepared for usage according to staff. Okay, clear ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലൊക്കെ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ആണോ? അടുത്തൊരു സെക്ഷൻ കൂടി എടുത്ത് ചെറുതാണ്, എടുത്തോട്ടെ. ഇന്റൻസീവ് കെയർ അല്ലേ, ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും എടുക്കാറുണ്ടോ? ഇന്റൻസീവ് കെയർ പിന്നെ എന്തെങ്കിലും എടുക്കാറുണ്ടോ? ഓക്കെ, ഇന്റൻസീവ് കെയർ എടുത്തിട്ടില്ല. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ബാക്കിയെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാം. ആരെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ അല്ല, എന്റെ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ചെറുതാണ്, എടുത്തോട്ടെ. എന്താണ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി? ഓക്കെ, നമ്മളത് അറിയാം. സേഫ്റ്റി അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ സുരക്ഷ നിലനിർത്തുന്നതിനുള്ള നടപടികൾ ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. അതായത് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പാലിക്കേണ്ടത് ആവശ്യമാണ്, ഫോളോ ചെയ്യേണ്ടതാണ് അല്ലെ. നമുക്കറിയാം അവർക്കും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലേ. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടോ അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം അവര് മെഡിക്കൽ സ്റ്റാഫുകളെല്ലാം ഫോളോ ചെയ്യേണ്ടതാണ്. Then എന്താണ് പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. അതായത് പീരിയോഡിക്കലായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് സെക്ഷൻ എന്തിനു വേണ്ടിയിട്ട് ആണോ അല്ലെ, അണുനിയന്ത്രണത്തിന്, അണുബാധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കൺട്രോളിങ്ങിനുമായി ബന്ധപ്പെട്ട ചില അല്ലെ സർവീസിൽ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അത് നടത്തിക്കൊണ്ട് പോകണം അല്ലെ. അത് നടത്തുക എന്നുള്ളത് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കറിയാം അവർക്ക് ട്രെയിനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ളത്. then എന്താണ് ദ ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. എപ്പോഴും എന്താണ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഹാസ് ടു ബി അക്സസിബിൾ. നമുക്കറിയാലേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ളത് എന്താണ്? PPE എന്ന് പറയുന്നത് നോക്കണോ, നോട്ട് ചെയ്യണോ? അറിയാവുന്നതല്ലേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE സ്റ്റാൻഡ്സ് ഫോർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കാട്ടോ, കാരണം കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അറിയാവുന്നവര് മെസ്സേജ് അയക്കുക. ഓക്കെ, PPE has to be accessible. അത് നന്നായിട്ട് തന്നെ അല്ലെ, അത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിക്കേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്ത് ധരിക്കുക. എന്താണ് ട്രെയിനിങ് ഫോർ പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെന്റ് അല്ല, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ്ക്, ഗ്ലൗസ് അല്ലെ, നമ്മൾ ഗവൺ ധരിക്കേണ്ടതൊക്കെ. ഓക്കെ, ഗുഡ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പൊ അതാണ്, അതൊക്കെ ധരിക്കേണ്ടതുണ്ട് അല്ലെ. മസ്റ്റ് ആയിട്ട് ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരൊക്കെ ആണെങ്കിലും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവര് മാസ്കും ഗ്ലൗസും അതേമാതിരി തന്നെ അല്ലെ, നമുക്ക് ക്യാപ്പൊക്കെ ധരിക്കേണ്ടതുണ്ടെങ്കിൽ ക്യാപ്പൊക്കെ ധരിച്ചിട്ടായിരിക്കണം തിയേറ്ററിലൊക്കെ പ്രവേശിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം അവര് അത് സ്വീകാര്യമായിരിക്കേണ്ടതാണ്. then എന്താണ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റ് എടുത്തിട്ടുണ്ടോ?
സ്പില്ലേജ് വേസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് ഇല്ലേ ശരിക്കും? അത് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ. ഇതില് പൊതുവെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വരാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഹാസ് ടു ബി അക്സസിബിൾ. നെക്സ്റ്റ് എന്താണ്? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. ഇതിലെന്താണ് നെക്സ്റ്റ് പറയുന്നത്? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. അതില് സാധാരണയായിട്ട് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, അതിപ്പോ പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ, ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിരിക്കണം. ആർക്ക്? എംപ്ലോയീസിന് അല്ലെ? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനായിട്ടായിരിക്കും, അതല്ലെങ്കിൽ ജനറൽ ആയിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. Infection patients should be admitted in accordance with the hospital protocols. ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഏരിയകളിലൊക്കെ അല്ലെ, ആ ഒരു മണിയിലും അതോടൊപ്പം തന്നെ കുട്ടിക്കൊക്കെ പെട്ടെന്ന് അല്ലെ ഇൻഫെക്ഷൻ ഒക്കെ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസ് ഒക്കെയാണ് അഡ്മിഷൻ വരുന്നതെങ്കിൽ അല്ലെ അവർക്ക് ഒരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടായിരിക്കും. അതനുസരിച്ച് തന്നെ അതായിരിക്കും ആ പേഷ്യന്റിന്റെ ഒക്കെ അഡ്മിഷൻ ഒക്കെ നടത്തേണ്ടത്. Then all fitting clothing, tools and waste need to be treated as contaminated and handled carefully. അപ്പൊ അല്ലെ മലിനീകൃതമായ, കണ്ടാമിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനമാക്കപ്പെട്ട അല്ലെ, അതെല്ലാം അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ഏത് രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് കെയർഫുൾ ആയിട്ട് അല്ലെ, നല്ല ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. All fitting clothes, tools and waste need to be treated as contaminated and handled carefully. നമുക്കറിയാം, ഡിസ്പോസ് ചെയ്യണമെന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെയായിരിക്കണം എല്ലാം തന്നെ നിക്ഷേപിക്കേണ്ടത് അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന വേസ്റ്റ്, അവിടെ ചിലപ്പോൾ എന്തെങ്കിലും മാസ്ക് ആണെങ്കിലും എന്താണെങ്കിലും അല്ലെ, ടേപ്പുകളാണെങ്കിലും എല്ലാം തന്നെ വലിച്ചൊന്നും ഇടാനായിട്ട് പാടുള്ളതല്ല. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻഡ്, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. അവിടെ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം അല്ലെ. അണുവിമുക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ തന്നെയായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. Then patients should be provided with the sterile robes. അല്ലെ, പേഷ്യൻസ് ആണെങ്കിലും എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള റോബ്സ്. റോബ്സ് എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ തന്നെയാണ്, അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് പേഷ്യൻസിനും കൊടുക്കേണ്ടത് അല്ലെ. പേഷ്യൻസിനും നമുക്കറിയാം ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഗൗണുകളൊക്കെ ധരിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഗൗണുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഗൗണുകളൊക്കെ തന്നെയായിരിക്കണം. ആൻഡ് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന്റെ അല്ലെ അവരുടെ എന്താണ് ഹെൽത്ത് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. നമുക്കറിയാം അസുഖങ്ങളൊക്കെ പിടിച്ച വ്യക്തികളാണോ, ട്രീറ്റ്മെന്റിന് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ് അല്ലെ. നമുക്കറിയാം പേഷ്യൻസിന് മാത്രമല്ല ഈ അണുബാധയൊക്കെ സംഭവിക്കുന്നത്, അവിടെയുള്ള വർക്കേഴ്സിനും ഉണ്ടാവും അല്ലെ. അപ്പൊ അതും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതും ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കണം അവർക്ക് അല്ലെ ഡ്യൂട്ടിയിലേക്കൊക്കെ പ്രവേശിപ്പിക്കാനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പോയിന്റ്സ് ഉണ്ട്, എന്തെങ്കിലും പോയിന്റുകളൊക്കെ ഏതെങ്കിലും പേര് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഇതത്ര ഇമ്പോർട്ടന്റ് അല്ല. ലാസ്റ്റ് 2 പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറിലൈസ്ഡ് റോബ്സ്. റോബ്സ് എന്ന് പറയുന്നത് വസ്ത്രങ്ങളാണ്. സ്റ്റെറിലൈസ്ഡ് റോബ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ റോബ്സ് എന്ന് പറയുന്നത് അണുവിമുക്തമായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം പേഷ്യൻസ് അല്ലെ കൊടുക്കണം അല്ലെ. പേഷ്യൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത്, അവർക്ക് കൊടുക്കേണ്ടത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കണം. Then an evaluation of an employee's health is crucial. പറയാം, ഒരു ജീവനക്കാരന്റെയും ആരോഗ്യം എന്ന് പറയുന്നത് അത് നിലനിർത്തണം അല്ലെ, നല്ല രീതിയിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അതും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവാലുവേഷൻ പറയുമ്പോൾ വിലയിരുത്തുക എന്നുള്ളത്. എന്തെങ്കിലും പോയിന്റ്സ്? PPE ഒക്കെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്തേരെ. മിക്കപ്പോഴും ഇതില് കുറെ എന്താ പറയുക സ്റ്റാൻസ്ഫോം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചോദിച്ച് കാണാറ്. അതുകൊണ്ട് ഇതും ചിലപ്പോഴെങ്കിലും വരാതിരിക്കുന്നു വരില്ല.
personal protective equipment. Second point, periodic in-service and training session on infection control to be held. അതായത് നമ്മുടെ അണുബാധകൾ ഉണ്ടാവുമല്ലോ, അണുബാധ നിയന്ത്രണത്തെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ആനുകാലികമായിട്ടോ എന്തെങ്കിലും സെക്ഷൻസ് പീരിയോഡിക്കൽ ആയിട്ടുള്ള സെക്ഷൻസോ സർവീസുകളോ ഉണ്ടായെങ്കിൽ അത് ഹെൽഡ് ചെയ്യണം, അത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അണുബാധ നിയന്ത്രണത്തിനുള്ള എന്തെങ്കിലും ആനുകാലികമായിട്ടുള്ള എന്തെങ്കിലും പരിശീലന സെക്ഷനുകൾ നടത്തുക എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പോ സ്പ്രെഡ് വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ അണുബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിനീര് അല്ലെങ്കിൽ ഈ ഓരോ സമയത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴെന്താണ് അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും നിർദ്ദേശിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് കുട്ടികളിലെ അണുബാധകളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് സെക്ഷനൊക്കെ അനുവദിച്ചു കൊടുക്കുവാനാണ്. ഓക്കെ, ഓക്കെയാണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.